സജോ, അപ്പൊ ഇത് നമുക്ക് ഒരു ഫ്രൈഡ് ചിക്കൻ ഉണ്ടാക്കി നോക്കാം. അപ്പൊ ഞാൻ അതിനായിട്ട് ഒരു ചിക്കന്റെ കഷ്ണങ്ങൾ വൃത്തിയാക്കിയിട്ട് അപ്പച്ചപ്പിന്റെ തട്ടിൽ ആവിയിൽ വെച്ച് വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പൊ ബാക്കി ചേരുവകളും കൂടെ ചേർക്കാം. അപ്പൊ എന്തൊക്കെ വേണ്ടേ? മുട്ട പൊട്ടിച്ചതല്ലേ ഒഴിച്ചിട്ടുണ്ട്. ഇനി കുറച്ച് ഫ്രൈഡ് ചിക്കൻ പൊടി എടുക്കാം. ഇപ്പൊ എണ്ണ നമ്മൾ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. നമുക്ക് പെട്ടെന്ന് എല്ലാം കാണിക്കാൻ വേണ്ടിട്ട് കുറച്ച് ഇത് മുക്കാനുള്ളത് മതി. മതി 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 മതി. നീ ഒരു കഷ്ണം മുക്കി ഇതിനകത്തേക്ക് ഇട്ട് നോക്ക്. മുക്കണം മുക്കണം. അന്ന് ഇതിനകത്ത് മുക്കിയിട്ട് ഇതിലേക്ക് മുക്കിയിട്ട് ഇവിടെ ഇടണം. ഇനി ഞാൻ പാചകം പഠിപ്പിക്കാം. ഇനി അതിനകത്തേക്ക് ഒന്ന് തിരുമ്മി മൊത്തത്തിൽ ഒന്നിങ്ങനെ കുഴച്ചെടുക്ക്. നമുക്ക് നോക്കാം. മതിയായിരിക്കും. എണ്ണ തിളച്ചിട്ടുണ്ട്. ഇല്ല ഇല്ല, നീ വൈകിട്ടോ ഇട്ടോ. ഓക്കെ, അടുത്ത് വിട്. നല്ല സെറ്റായിട്ടുണ്ടല്ലോ. അപ്പം നമുക്ക് കരിയുന്നതിന് മുമ്പ് തന്നെ ഇതൊന്ന് കോരി എടുക്കാം. അപ്പം നമ്മുടെ ഫ്രൈഡ് ചിക്കൻ നമുക്ക് ശരിക്കും പറഞ്ഞ ഒരു 5 മിനിറ്റ് ആയില്ലല്ലേ? നമ്മൾ പുഴുങ്ങി എടുത്തത് കൊണ്ട് നമുക്ക് ഇവിടെ ചിക്കൻ വേകുന്നുണ്ടോ എന്നുള്ളൊരു ടെൻഷൻ വേണ്ട. സംശയം. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ഇത് ഞാനത് മുട്ടയൊക്കെ നീ പൊട്ടിച്ചുടച്ച് വെച്ചപ്പോഴത്തേക്ക് എണ്ണയും തീ വെച്ചുകൊണ്ട് പെട്ടെന്ന് തന്നെ നമ്മൾ മുക്കി ഇട്ടു. അപ്പം പെട്ടെന്ന് നമുക്ക് ഫ്രൈഡ് ചിക്കൻ കഴിക്കാമല്ലോ. വെച്ചേക്കുന്നതുകൊണ്ട് മുട്ട വെള്ളം ഇങ്ങനെ ചാലിച്ചു. പെട്ടെന്ന് ഇതിലേക്കൊന്ന് എടുത്ത് നമ്മൾ ഇങ്ങനെ മിക്സ് ചെയ്തു. ഇത് നമ്മൾ പൊടി വാങ്ങിച്ചതായി. അപ്പോൾ പിന്നെ ഇതിലേക്ക് ഇട്ടു. അടുത്തത് എടുത്തു. നിമിഷ നേരം കൊണ്ട് നമുക്ക് ഫ്രൈഡ് ചിക്കൻ പെട്ടെന്ന് വീട്ടിൽ തന്നെ തയ്യാറാക്കാം. അപ്പൊ നിങ്ങൾ എല്ലാരും തന്നെ ട്രൈ ചെയ്യണം കേട്ടോ. അപ്പൊ ഞങ്ങൾ ഇതിന്റെ ലാസ്റ്റ് കാണിച്ചു തരാം. അതെ, ഇപ്പം വളരെ പെട്ടെന്ന് നമുക്കും ഫ്രൈഡ് ചിക്കൻ വീട്ടിലുണ്ടാക്കാം. ഇതെല്ലാം നല്ല പെട്ടെന്നാകുന്നുണ്ട്. നമ്മൾ ആ ചിക്കനൊക്കെ പുഴുങ്ങി എടുത്തത് കൊണ്ട് കേട്ടോ. നമുക്കൊരു സോസ് എല്ലാം കൂട്ടി പെട്ടെന്ന് കഴിക്കാം. ആയും തോന്നല്ലോ അല്ലേ? സെറ്റ്. നമ്മൾ വളരെ പെട്ടെന്ന് ഒരു ഫ്രൈഡ് ചിക്കൻ ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റി. അതൊന്ന് ടേസ്റ്റ് ചെയ്യാനായിട്ട് ഞാൻ ഇത് മനുക്കുട്ടന് കൊടുത്തു നോക്കുകയാണ്. അപ്പം രണ്ടുപേരും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ.